നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം. ഡിസംബർ 1. എല്ലാവരും പുൽക്കൂടൊരുക്കാനും നക്ഷത്രവിളക്കുകൾ തൂക്കാനും തോരണങ്ങൾ ഒരുക്കാനും ഓടി നടക്കുമ്പോൾ മേശപ്പുറത്തെ വെളുത്ത കടലാസിൽ അവൻ ഒടുവിലത്തെ വരികൾ കുത്തിക്കുറിക്കുകയാണ്. പോവുകയാണ് ഞാൻ, മടുത്തു ഈ ജീവിതം. കടലാസു മടക്കി മേശപ്പുറത്ത് വെച്ച് ജീവനൊടുക്കാൻ തുടങ്ങുമ്പോൾ മേശപ്പുറത്തെ ഒരു കോണിലിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപം കാണുന്നു. തലേന്നു രാത്രി ഒരു കൂട്ടുകാരൻ നൽകിയിട്ട് പോയതാണ്. പോകുന്നേരം അവനൊരു വാക്ക് പറഞ്ഞിരുന്നു. ചങ്ങായി, കണ്ണീരോടെ കാത്തിരുന്ന പല തലമുറകളുടെയും പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ഈ കുഞ്ഞ്. ആ വാക്കുകൾ പതിയെ പതിയെ അവന്റെ നെഞ്ചിലും പ്രതീക്ഷയുടെ ചില നക്ഷത്ര വിളക്കുകൾ തെളിയിക്കാൻ തുടങ്ങി. അതെ, കണ്ണീരോടെ കാത്തിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ക്രിസ്മസ്. ഇനി കാത്തിരിപ്പാണ്. ഒരുക്കത്തോടെ നെഞ്ചിലൊരു പുൽക്കൂടൊരുക്കണം. സ്നേഹം കൊണ്ട് അതിലൊരു പുൽമെത്ത പണിയണം. ത്യാഗം കൊണ്ട് അതിൻ്റെ മേൽക്കൂര പണിയണം. അനുതാപം കൊണ്ട് അതിൻ്റെ ചുവരുകളിൽ ചായം പൂശണം. ഉണ്ണി പിറക്കട്ടെ എൻ്റെ ഈ ഇരുളടഞ്ഞ ജീവിതത്തിനുള്ളിലേക്ക്. സുഹൃത്തെ, ഡിസംബറിലെ ഈ പുലരികളിലും നിങ്ങളുടെ ആകുലതകളൊന്നും ഒഴിഞ്ഞിട്ടില്ല എന്നറിയാം. എങ്കിലും പ്രതീക്ഷയുണ്ട്. പുൽക്കൂട്ടിൽ അവൻ പിറവിയെടുക്കുവോളം നമുക്ക് വിശുദ്ധിയോടെ കാത്തിരിക്കാം. നമ്മുടെ മുറിവേറ്റ ജീവിതത്തിലും സൗഖ്യമായി അവൻ വന്നു പിറക്കട്ടെ.